ബഹുമാന്യരായ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, വേദിയിലുള്ള മറ്റ് ചുണ്ടക്കാടൻ കുടുംബനാഥരെ, സഹോദരി സഹോദരന്മാരെ, വളരെ നല്ല ഒരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യവും അതുണ്ടാക്കിയേക്കാവുന്ന ഗുണങ്ങളും മേന്മകളും സൈനുദ്ദീൻ മുസ്ലിയാർ അവർ വിശദമായിട്ട് ഇവിടെ പറയണ്ടായി. കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് നല്ല ഒരാദർശമാണ്. ഇപ്പോൾ പല കുടുംബങ്ങളും അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സംഘടിപ്പിക്കാൻ പല പ്രയാസങ്ങളുമുള്ള ചില കുടുംബങ്ങൾ അതിന് സാധിക്കാത്തവരുമുണ്ട്. അതിലൊരു കുടുംബമാണ് ഞാനും. എൻ്റെ കുടുംബം സംഘടിപ്പിക്കാൻ പല ശ്രമവും നടത്തി നോക്കിയതാണ്. അത് കൈവഴികളായി പിരിഞ്ഞു പോയി. അതിൻ്റെ ഒറിജിനൽ കുടുംബം വേറെ. അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ ആലോചനയിലും ഭാവനയിലും മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയത്. ഏതായാലും ചുണ്ടക്കാടൻ കുടുംബം ഇവിടെ സംഘടിച്ച് വന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ആദ്യം ചെറിയ തോതിൽ ഏനുദ്ദീൻ കുടുംബമായിട്ടാണ് സംഘടിപ്പിച്ചത് എന്നാണ് എഴുതി കണ്ടത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ വേറെയുണ്ട്. അതങ്ങനെ വഴികളായിട്ട് വേറെ പോയി. ഇപ്പൊ അതെല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് വിളിച്ചു എന്നത് രണ്ടാമത്തെ ഒരു ഘട്ടമാണ്. ഇതിൽ നിന്ന് എല്ലാ നിലയിലും നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം അന്യോന്യം പരിചയപ്പെടുകയും സൗഹൃദ ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്യാൻ. ഇങ്ങനെ കുടുംബത്തിന്റെ ചരിത്രവും വേരും അന്വേഷിച്ച് പോയാൽ പൂർണ്ണമായി ചരിത്രത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ശൃംഖല കണ്ടുപിടിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. ചുണ്ടക്കാടൻ കുടുംബം സംഗമിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇനിയും ശ്രമം നടത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായ പ്രകടനം നടത്താനാണ്. കിട്ടിയിടത്തോളം ചരിത്രം പൂർണ്ണമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പൂർണ്ണമായ ചരിത്രം ഇപ്പം കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമുണ്ട്. ഞാൻ എൻ്റെ ചരിത്രം കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ള ആളാണ്. നടത്തി പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരു ചെറിയ തോതിൽ അതിൻ്റെ വേര് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചതിനെ ഒരു ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി വളരെ വലുതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞു തരാം. ചരിത്രം പഠിച്ചാൽ ഒരുപാട് സംഭവം ഇതെല്ലാം പൂർണ്ണമായി ശരിയാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. നടത്തിയിടത്തോളം ഗവേഷണപരമായി കിട്ടിയ ചരിത്രങ്ങൾ സ്വീകാര്യമായത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ നമ്മളെ വല്യാപ്പാൻ്റെ വാപ്പാൻ്റെ പേരറിയില്ല. നമ്മൾ ചരിത്രം എഴുതുമ്പോൾ എന്തായാലും ചില തെറ്റുകൾ പോരായ്മകളും വരും. അത് ഏത് ചരിത്രകാരനും വരും. അപ്പം അതുകൊണ്ട് നമ്മുടെ പുരാതന സംസ്കാരവും സമ്പ്രദായവും ഇതാണ്. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ഒരു മോയിൻകുട്ടിനെ കാണാണ്ട്, ഒരു മോയിനാജി. ഈ മോയിൻ എന്ന് പറഞ്ഞ പേരെങ്ങനെ കിട്ടിയ? ഒരു മോയിനാജി, അയാളെ മക്കള്, അതിലൊരു കുട്ടി, ഒരു ഏഞ്ചി, കോയക്കുട്ടീൻ്റെ മക്കൾ 5 ആളെ കൂട്ടത്, 5ാമത്തെ ആളെ ഏഞ്ചി. ആ ഏഞ്ചിൻ്റെ മക്കളുടെ സംഘമാണ് ആദ്യം കൂടിയത്. ഇപ്പൊ ബാക്കിയുള്ളവരതൊക്കെ കൂടി. അപ്പൊ ഒരു മോയിൻ എന്നൊരാൾ വരുന്നുണ്ടല്ലോ. ആ മോയിനാജിന്റെ പാപ്പ മോയിനായിരിക്കും. അപ്പൊ ആദ്യത്തെ മോയിനെ എവിടുന്നാ വന്നേ? നമ്മൾ അന്വേഷിച്ച് നോക്കണം. മോയിൻകുട്ടി വൈദ്യർ, ഒരു പാട്ടുകാരൻ കവി മോയിൻകുട്ടി വൈദ്യരില്ലേ, അയാളെ വല്യാപ്പ മോയിൻകുട്ടിയാണ്. അതുകൊണ്ട് ആള് മോയിൻകുട്ടിയായത്. ആ വല്യാപ്പാക്ക് ഒരു വല്യാപ്പ ഉണ്ടാവും മോയിൻകുട്ടി. ഈ മോയിൻ എന്നുള്ള പേര് അവസാനം ചെന്ന് എത്തുന്നത് അജ്മീറിലെ ഷേഖിന്റെ മക്ബറയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി
ആ മഹാനായ സൂഫി വര്യന്റെ മുരീദന്മാരും അനുയായികളും സഹോദരന്മാരും ബന്ധുക്കളുമാണ് ഒരുപാട് ആത്മീയ മതബോധനത്തിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലും തെക്കേ ഇന്ത്യയിലും ഇന്ത്യ മുഴുവനും പറഞ്ഞു. ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി, ആ മൊയ്നുദ്ദീൻ എന്നതാണ് ഈ മോയിനാകുന്നത്. മൊയ്ൻ നമ്മൾ മോന്തിയാക്കുണ്ടായിരുന്നു. മോയിൻ എന്നുള്ളത് കുറച്ചുകൂടി പ്രാകൃതമായി പറഞ്ഞാൽ മോന്തീനാവും. അങ്ങനെയാൾ ഏന്തീനുമായിരുന്നു. ഒരാൾ ഏന്തിയൻ, ഒരാൾ മോന്തിയാൻ. ഇതൊന്നും അങ്ങനെയല്ല. ഇതിനൊക്കെ ശരിയായ പേര് പറയുന്നുണ്ട്. ഏന്തീൻ എന്ന് പറഞ്ഞാൽ എന്താ? ജൈനുദ്ദീൻ. ജൈനുദ്ദീൻ അല്ല ഏന്തീൻ. ഏന്തീൻ അയിനുദ്ദീനാണ്. അയിൻ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അയിനുദ്ദീൻ ദീനിന്റെ കണ്ണ്. അപ്പൊ ദീനിനോടുള്ള ആ ബോധത്തിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു സൂത്രശാലിയായിരിക്കും ആദ്യത്തെ ആള് മുഹമ്മദ് അഹമ്മദ്. ആ അഹമ്മദാണ് മന്ത്രി അഹമ്മദ്. ആ മന്ത്രി അഹമ്മദിനെ നാട്ടിലും വീട്ടിലും ആമു എന്നാ വിളിക്കുക. അപ്പൊ നമ്മളെ സൂപ്രണ്ടിന് ആമു സൂപ്രണ്ട് എന്ന് മനസ്സിലായി. ആ ആമുവിന് ഒരു കുഞ്ഞി കൂട്ടിയാൽ കുഞ്ഞാമു ആവും, പിന്നെ ഒരു കുട്ടി കൂട്ടിയാൽ കുഞ്ഞാമുട്ടിയായി. ആമു മുമ്പിൽ കുഞ്ഞാമു, കുഞ്ഞാമുവിന് കുട്ടി കൂട്ടുമ്പോ കുഞ്ഞാമുട്ടി. എന്റെ വല്യാപ്പ കുഞ്ഞാമുട്ടിയാണ്. ഈ കുഞ്ഞാമുട്ടി എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. അപ്പോഴാണ് ആമു കണ്ടുപിടിച്ചത്. അഹമ്മദ് എന്നുള്ള പേരാണ് ഈ കുഞ്ഞാമുട്ടിയാകുന്നത് അവസാനം. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിൽ പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ നടത്തിയാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടാനിടയുണ്ട്. അതുകൊണ്ട് ചുണ്ടക്കാടൻ തറവാട്ടിന്റെ തുടക്കത്തിൽ ഒരു മോയിനെ കാണുന്നത് മൊയ്നുദ്ദീൻ ചിസ്തിന്റെ അനുയായിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ നമുക്കൊരുപാട് അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദത്തിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. കൊണ്ടോട്ടിയിൽ വന്ന ആദ്യത്തെ ഷെയ്ഖ് ഖാജ മുഹമ്മദ് ഷാ വലിയ തങ്ങൾ ആദ്യം വന്ന ആൾ ഈ ചിസ്തി മൊയ്നുദ്ദീൻ ചിസ്തിന്റെ അനുയായികളിൽപ്പെട്ട ആൾ. അതിന്റെ പരമ്പരയാണ് ഈ തങ്ങമ്മാട് പരമ്പര. അതുപോലെ കീടക്കാട്ടുകാർ എന്നൊരു വർഗം ഉണ്ടായിരുന്നു ഇവിടെ. അത് വളരെ പുരാതനമായിട്ട് അദ്ദേഹമാണ് കുണ്ടോട്ടി തങ്ങൾ അരിക്കൂട്ടുന്ന ഇവിടെ കൊണ്ടുവന്നതാണ് കീടക്കാട്ട് കുഞ്ഞാർമുട്ടി. അങ്ങനെ പഴയ ഒരുപാട് കൊടുക്കുക. അന്നൊക്കെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായി. ഞാൻ 52 കൊല്ലം മുമ്പാണ് കൊണ്ടോട്ടിൽ നിന്ന് കല്യാണം ചെയ്യുന്നത്. അന്ന് ഒരു റോഡേ ഉള്ളൂ. ആ റോഡിൽ തന്നെ ഞങ്ങളൊരു 5-6 ആളെ നടക്കാണ്ടാവുള്ളൂ. വൈകുന്നേരം റോട്ടിൽ നിന്ന് നടക്കാൻ ആൾ വേണ്ടേ? വളരെ കുറച്ച് ആളുകൾ. ഇന്നത്തെ സ്ഥിതി ബൈപ്പാസ് വന്നു, മറ്റേ റോഡ് വന്നു, ഈ റോഡ് വന്നു, കാറും ബസ്സിനും നമുക്ക് നടക്കാൻ സ്ഥലമുണ്ട്. ഇത് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ നമ്മളും നമ്മളെ കുടുംബവും ഒരു ചുണ്ടക്കാരൻ മൊയ്നാജിന്റെ മക്കളെ കൂട്ടരാളപ്പോൾ ഈ ഇരിക്കുന്നത് മുഴുവൻ ഇപ്പൊ ഇതും മുഴുവനായിട്ടുണ്ടാവില്ല, ഇനിയും വേറെ ഉണ്ടാവും. അപ്പൊ ഓരോ കുടുംബവും അങ്ങനെ സംഘടിപ്പിച്ചാൽ എന്തായിരിക്കും? ഇതാണ് ജനങ്ങൾ ഇങ്ങനെ പെരുകി 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 വരിക. കഴിഞ്ഞ ചൊവ്വാഴ്ച 4 മണിക്ക് ലോകം അവസാനിക്കുന്ന ഏതോ ഒരു യൂറോപ്യന്റെ പ്രവചനം ഉണ്ടായിരുന്നു. പലരും ആ 4 മണിക്ക് ചായയൊക്കെ കുടിച്ച് അവസാനത്തെ കുടി കുടിച്ച് ഇരിക്കുകയാണ്. ഇത് പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പറയാം, വെറുതെ ഇറങ്ങാറാണ്ട. അതിന്റെ നേരൊന്നും ആയിട്ടില്ല, കണ്ടാ മനസ്സിലാവില്ല നമുക്ക്. അതിന് ചില അരാമത്തുകളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, നബിയൊക്കെ പഠിപ്പിച്ചു തന്നെ. അവിടേക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനം വരുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഈ 2 കണ്ടീഷനാണ് നല്ല മനുഷ്യന്മാർക്ക് ഖുർആൻ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഓ അമീലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ആ സൽക്കർമ്മം എന്ന് പറയുന്നതിന് വളരെ വിശാലമായ അർത്ഥം നമ്മൾ കൊടുക്കണം. അത് അൽ ബഖറ സൂറത്തിലെ 177-ാമത്തെ ആയത്തുണ്ട്. മുഴുവൻ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അതെടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് സൽക്കർമ്മങ്ങൾ. അൽ ബഖറ 2-ാമത്തെ അധ്യായം 177-ാമത്തെ ആയത്ത്. അതെടുത്ത് വായിച്ചാൽ ഖുർആൻ എന്ത് പറയുന്നു സൽക്കർമ്മത്തെ കുറിച്ച് എന്നതിൽ പറയും. അത് പൂർണ്ണമായി അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ ഒരു ഉപദ്രവത്തിനും ഒരു കുഴപ്പത്തിനും വഴിയില്ല. ആ രീതിയിലുള്ള ഒരു നല്ല മാർഗത്തിൽ ഈ കുടുംബവും വളർന്നു വരണം. കൊണ്ടോട്ടിയുടെ ചരിത്രത്തിലും സാമൂഹ്യ ജീവിതത്തിലും വലിയ ഒരു സ്വാധീനത ചെലുത്തിയിട്ടുള്ള വലിയ ഒരു കുടുംബമാണ് ചുണ്ടക്കാടൻ കുടുംബം. ചുണ്ടക്കാടൻ കുടുംബത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. വളർന്നിങ്ങനെ വന്നപ്പോൾ ആ ഏനുദ്ദീൻ കുട്ടി എന്ന് പറയുന്ന അദ്ദേഹം ഏനുദ്ദീൻ മക്കളെയൊക്കെ പഠിപ്പിച്ചു. ഈരാ മാസ്റ്റർ, മറ്റേ മാസ്റ്റർ, ഈ മാസ്റ്റർ, ആ മാസ്റ്റർ, ഒക്കെ മാസ്റ്റർമാർ. അതിൻ്റെ സ്നേഹിതൻ ഉണ്ടായിരുന്നു അബ്ദുൽ ഖാദർ മാസ്റ്റർ. ഖാദർ മാസ്റ്റർ മൂപ്പര് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയൊക്കെ ഒരുമിച്ച് പറയും. ഒന്ന് കഴിഞ്ഞിട്ടൊന്നല്ല, ഒന്ന് കഴിഞ്ഞിട്ടൊന്നും പറയലല്ല, 3 കൂടി ഒരുമിച്ച പറയാം. ഞങ്ങൾക്ക് വളരെ ബഹുമാനവും രസമായിരുന്നു. കണ്ടാൽ 2 വർത്താനം പറയാതെ ഞങ്ങൾ പോവില്ല.
കലണ്ടറിന്റെ ബിസിനസ്, കോൺഗ്രസ് രാഷ്ട്രീയം, സാമൂഹ്യം, അന്നൊക്കെ വലിയ വലിയ സംഭവങ്ങൾ നടന്നിരുന്നു. ഒരു ദിവസം ആ പുസ്തകത്തിലെ അതിൻ്റെ ഒരു പരാമർശം കണ്ടു. ഒരു ദിവസം പ്രധാനമന്ത്രി നെഹ്റു ആയിരിക്കുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നു. ഞാനൊക്കെ അന്ന് കോൺഗ്രസ്സുകാരനാണ്. ഇന്ദിരാഗാന്ധിൻ്റെ അടുത്ത അനുയായിയാണ് KPCC പ്രസിഡന്റ് R. ശങ്കറായി. ഇന്ദിരാഗാന്ധിയുടെ കോഴിക്കോട് പ്രസംഗം കഴിഞ്ഞ് കാറിലാണ് പോകുന്നത്. പെരിന്തൽമണ്ണ ആണ് പ്രസംഗം. അതിൻ്റെ സമയം ലേറ്റ് ആയിട്ടുണ്ട്. ഖാദർ മാഷ് കോൺഗ്രസ് ഓഫീസിൽ വന്ന് ചോദിച്ചു, ഇന്ദിരാഗാന്ധിൻ്റെ 2 മിനിറ്റ് കൊണ്ടോട്ടി കിട്ടാൻ വഴിയുണ്ടോ? ഇല്ല, അതിങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പാർട്ടി പറഞ്ഞത്. ഖാദർ മാഷ് എന്ത് ചെയ്തു? കൊണ്ടോട്ടിയിൽ വന്നിട്ട് ചെറിയ റോട്ടിൻ്റെ മുമ്പിൽ പക്കത്ത് ഒരു നല്ല സ്റ്റേജൊക്കെ ഉണ്ടാക്കി, കോൺഗ്രസിൻ്റെ കൊടിയൊക്കെ കുത്തി, സേവാദാൾ വളണ്ടിയേഴ്സിനെ 4 ആളെ അവിടെ നിർത്തി, കുറേ പ്രജകളി. ഇന്ദിരാഗാന്ധിൻ്റെ കാർ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. KPCC പ്രസിഡന്റ് R. ശങ്കറാണ്. കാറിൽ കടന്നു വരുമ്പോൾ ഒന്നായിട്ട് അതിന് മുമ്പ് രാജഗോപാലാചാരി മദിരാശി മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ കുണ്ടോട്ടി തങ്ങൾ തടുത്തു വെച്ച ഒരു ചരിത്രമുണ്ട് ഇവിടെ. അതാണ് ഖാദർ മാസ്റ്റർക്ക് പ്രചോദനം. ഈ ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ ആ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ വെച്ച് കൊണ്ടോട്ടി തങ്ങൾ പ്രജകൾ അവരെ കൊണ്ട് നടുക്കവിടെ ഇരുത്തി. പരിപാടിയിലില്ലാത്ത രാജഗോപാലാചാരി വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് ഇറങ്ങി ആരാണ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് നമുക്ക് അന്വേഷിച്ചു 2 വാക്ക് പറഞ്ഞിട്ടാ പോകും. അതുപോലെ ഇന്ദിരാഗാന്ധിന് വരുമ്പോൾ അതിൽ വണ്ടി നിർത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവതരണം കേട്ടപ്പോൾ ഇന്ദിരാഗാന്ധി കാറ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് സ്റ്റേജിൽ വന്നു. 5 മിനിറ്റ് നിങ്ങൾ ഈ പ്രജത്തൊക്കെ നിങ്ങളെ കണ്ട് നിൽക്കണമായിരുന്നു, നിങ്ങളോടുള്ള ബഹുമാനത്തിന് നിൽക്കാതെ ഖാദർ മാസ്റ്റർ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. മൂപ്പരയാ വലിയ കതറ് കട്ടിയുള്ള ജൊബ്ബയും ആ മേപ്പട്ടിങ്ങനെ പൊന്തിയ തൊപ്പിയും ആ വരവും കണ്ടാൽ തന്നെ ഒരു കേന്ദ്രമന്ത്രി തോന്നിപ്പോകും. നിർത്താൻ പറഞ്ഞു. കയറി 5 മിനിറ്റ് ഏത് ഭാഷയിലാണ് പ്രസംഗിക്കേണ്ടതെന്ന് ചോദിച്ചു അദ്ദേഹം. ഇന്ദിരാഗാന്ധി ഏതിൽ പറഞ്ഞാലും വിരോധമല്ലാതെ ഖാദർ മാസ്റ്റർ. കാരണം ഇയാൾക്ക് എല്ലാ ഭാഷയും അറിയാം, ഇദ്ദേഹത്തിന് അറിയാത്ത ഭാഷ ഇല്ല. അപ്പൊ ഇന്ദിരാഗാന്ധി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. 1/2 മണിക്കൂറുമാണ്. അത് മുഴുവൻ മലയാളത്തിലേക്ക് ഖാദർ മാഷ് പരിഭാഷപ്പെടുത്തി. ആ ഖാദർ മാഷ മക്കളൊക്കെ പരിഹരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പല ഇതിലും വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരികയും അന്നൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പില്ലല്ലോ. നിങ്ങളെ ആ ബുക്കൊക്കെ ഞാൻ വായിച്ചത് പെൺകുട്ടികളെ തിരൂരിൽ പറഞ്ഞയച്ച് പഠിപ്പിച്ച കാര്യമൊക്കെ അതിൽ പറയുന്നു. തിരൂര് വെട്ടത്ത് പുതിയങ്ങാടിയുള്ള പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള സ്കൂളിൽ ഈ കാരണവന്മാര് മക്കളെ വണ്ടിക്കയച്ച് തിരൂരിൽ നിന്ന് നടന്നു പോകണം വെട്ടത്ത് പുതിയങ്ങാടിയിലേക്ക്. അങ്ങനെയൊക്കെ പഠിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇത് വളർന്നു വന്നത്. അപ്പോൾ അതൊരു നല്ല ചരിത്രമുള്ള കുടുംബം കൊണ്ടോട്ടിയുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഈ കുടുംബം ഇന്ന് പഠിപ്പിൻ്റെ കാര്യത്തിൽ വളർന്നു വന്ന് ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്ക്, ഇവർക്കില്ലാത്ത ബിസിനസ് ഇല്ല. ഇതൊന്ന് തുണ്ടക്കാരൻ ഹാർഡ്വെയർ, മറ്റോടത്ത് മെഡിക്കൽസ്, അപ്പുറത്ത് എന്താണ് ചുരിദാർ, അങ്ങേപ്പുറത്ത് ബോണക്സ്, എല്ലാ ബിസിനസ് രംഗത്ത് ശരിക്ക് അബൂ താലിബും അബ്ദുൽ മുത്തലിബും ഒക്കെ ബിസിനസ്സുകാരായിരുന്നല്ലോ. ശരിക്ക് മതപരമായ ശാസനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ബിസിനസ് കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാ കാര്യത്തിലും ഉണ്ട്. അത് ഒരു വലിയ നേട്ടം തന്നെ. അധ്വാനിച്ചും ജോലി ചെയ്തും ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തുക. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമാണ് ഇവിടെ വന്നത്. ഈ നിങ്ങളുടെ സൗഹൃദത്തിലും ഈ സംഗമത്തിലും എല്ലാ വിധത്തിലുള്ള ആശംസകളും ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ.